എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറിൻ്റെ ഒരു കുറിപ്പ് വായിക്കുവാനായിട്ടിടയായി. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരത് കണ്ടിട്ടുണ്ടാകും. ഒത്തിരി ചർച്ചയായതാണ്. അദ്ദേഹം കുറച്ച് നേരത്തേനെ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പോൾ അതിൻ്റെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ചത്, പുള്ളി അവിടെ ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പുള്ളി ഒത്തിരി ആത്മാർത്ഥതയോടെ അവിടെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിക്ക് കഴിയുന്നില്ല. കാരണം അവിടെ വരുന്ന രോഗികളെ തിരിച്ചയക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയാണ് പുള്ളിക്ക്. കാരണം അവിടെ എന്താണ്, ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെൻസുകളൊന്നും അവൈലബിൾ അല്ല. വെറും 39,000 സാധനങ്ങൾ പോലും അവിടെ അവൈലബിൾ അല്ല എന്നുള്ളതൊക്കെ അദ്ദേഹം അവിടെ പറയുവാനായിട്ടിടയായി. അതിനുശേഷം പുള്ളി ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുവാനായിട്ടിടയായി. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് സമ്മർദ്ദം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു. അതെ, ഇത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത്. കാരണം എന്താണെന്നറിയോ, ഈ സത്യത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് എപ്പോഴും വികൃതമാണ്. കാരണം ഈ സത്യം പറയുന്നവർക്കെതിരെ അറ്റാക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സത്യങ്ങൾ പുറത്തോട്ട് വരുമ്പോൾ ചില പൊയ്മുഖങ്ങളും പുറത്തോട്ട് വരികയാണ്, അല്ലേ? അപ്പോൾ ഈ പൊയ്മുഖങ്ങൾ പുറത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഫാൻസ് അസോസിയേഷനെ സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് ഒരു വിഭാഗം ജനത്തിന് നന്നായിട്ടറിയാം. ഒരുപാട് പേർ അദ്ദേഹത്തെ കല്ലെറിയാനും വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ആരോപണങ്ങൾ പോകുന്ന വ്യക്തികളുടെ ഫാൻസ് അസോസിയേഷൻസാണ് ഈ പുള്ളിക്കെതിരെ ആക്രമണങ്ങളുമായിട്ട് മുൻപോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം പുള്ളി എന്ത് ചെയ്തു, ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കി. എങ്കിലും അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഇന്നും നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ആത്മീയ ഗോളത്തിലേക്ക്, ക്രിസ്ത്യൻ ആത്മീയ ഗോളത്തിലേക്ക് വന്നു കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾക്കൊക്കെ കുറച്ച് എന്താണ്, നമ്മൾ കുറച്ച് വ്യക്തി ആരാധന കൂടുതലുള്ള കൂട്ടത്തിലാണല്ലേ. എന്ന് വെച്ചാൽ നമ്മളുടെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾ ഭയങ്കര നല്ലതാണ് എന്നുള്ളൊരു ധാരണ നമ്മൾക്കുണ്ടാകും. അതൊരു പക്ഷേ നമ്മൾ എന്താ പറയുക, അവരുടെ ആ ഒരു ഇതുകൊണ്ട്, അവരുടെ ആ ഒരു ഇമേജ് അവർ വളർത്തിയെടുക്കുന്നതായിരിക്കും. അതിന് ഒത്തിരി ആരാധകരുണ്ടാകാറുമുണ്ട്. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം ഇവരുടെ ഇമേജിനൊരു കോട്ടം പറ്റി എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്താണ്, ഇവരുടെ ഫാൻസ് അസോസിയേഷന് എന്താ പറയുക, സഹിക്കുവാനായിട്ട് കഴിയത്തില്ല. അവരതിനകത്തെ സത്യങ്ങൾ തേടി പോകത്തില്ല, പറഞ്ഞതിൻ്റെ സത്യങ്ങൾ തേടി പോകത്തില്ല. പകരം എന്താണ്, അവർ വല്ലാതെ അങ്ങ് രോഷാകുലരാകും. ഈ ഫാൻസ് അസോസിയേഷൻസ് രോഷാകുലരാകും. എന്നാൽ മറുഭാഗത്ത് സത്യം അറിയുന്ന ഒരാൾക്കാർ, അല്ലെങ്കിൽ സത്യം അന്വേഷിക്കുന്ന ഒരാൾക്കാർ ഇതിൻ്റെ മറു സൈഡിലും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമായ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ ഞാൻ നടത്തിയിരുന്നു. അപ്പോൾ ആ വെളിപ്പെടുത്തലുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് ഞാൻ മെയിനായിട്ടും വിരൽ ചൂണ്ടിയ 2 വിഷയങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ആ 2 വിഷയങ്ങൾ എന്ന് പറയുന്നത്, പകുതി പാസ്റ്റർമാരും എന്താണ്, എക്സാം എഴുതി, അതായത് ബൈബിൾ കോളേജിൽ പഠിച്ച് എക്സാം എഴുതി പാസ്സാകാതെ പാസ്റ്റർമാരുടെ വേഷം കിട്ടിയിരിക്കുന്ന ഒരുപാട് പേർ അതിനകത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്. രണ്ടാമത് മെയിനായിട്ട് ഞാൻ പറഞ്ഞത്, സാമ്പത്തിക തിരിമറി അതിനകത്ത് നന്നായിട്ടുണ്ട്. ആ ഒരു സാമ്പത്തികത്തെ കൈയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ അതിനകത്തുണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ 2 വിഷയങ്ങൾ. ബാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഓക്കെ, അതൊക്കെ നമ്മൾക്ക് വിടാം. എന്നാൽ ഇതാണ് മെയിനായിട്ട് ഞാൻ ഉന്നയിച്ച 2 വിഷയങ്ങൾ. പക്ഷേ ഇതിനൊക്കെ മറുപടികൾ തരുന്നതിന് പകരം ഇവരെന്താ ചെയ്തതെന്നറിയാമോ? ഇവർ ചെയ്ത് പറഞ്ഞ കാര്യം, എല്ലാവരും എന്നെ സ്നേഹിക്കുകയാണ് എന്ന് വെച്ചാൽ, ഈ ആരോപണ വിധേയരായിരിക്കുന്ന വ്യക്തികളെല്ലാം എല്ലാവരും അങ്ങ് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്. വിവിധ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഞങ്ങളെ വന്ന് കണ്ടു, അവരൊക്കെ ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ഞങ്ങൾക്ക് സ്നേഹം തന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വികലമായ മറുപടിയാണ് ഇവർ പുറത്ത് വിട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഏതാണ്ട് അമേരിക്കയിൽ നിന്നോ ജപ്പാനിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് എന്താണ്, അനുശോചനക്കുറിപ്പല്ല, ഇവർക്ക് എന്താണ്, ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറിപ്പുകളൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. അതിൽ ചില കുറിപ്പുകളൊക്കെ ഞാനും വായിച്ചു. സഹതാപം മാത്രമേ അവരോടൊക്കെ തോന്നുന്നുള്ളൂ. കാരണം അവരൊക്കെ ഈ വിഷയത്തിൽ നിസ്സഹായരാണ്, ഒന്നും ചെയ്യുവാൻ പറ്റുന്നില്ല. കാരണം അവർ കൊടുക്കുന്ന എന്താ പറയുക, ചെക്കിനകത്ത് ഡിജിറ്റൽ സൈനിട്ട് തിരിച്ചയക്കുക മാത്രമേ അവർക്ക് പറ്റുന്നുള്ളൂ. വേറെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. അത് എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കുവാനുള്ളൊരു എന്താ പറയുക, ഒരു അവസ്ഥ അവർക്കവിടെ ഇല്ല. അതുകൊണ്ട് അവർക്ക് ഇതല്ലാതെ വേറെ വഴിയുമില്ല. ഇനി അനുശോചനക്കുറിപ്പുകൾ പകുതി വന്നതും എവിടുന്നാണ്, അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഫോഴ്സ് ചെയ്തതാണ്. കാരണം ഇതിനു മുൻപേയും ഇതുപോലെ ഒരു ഫോഴ്സിങ് അങ്ങോട്ട് ചെന്ന് ഒരു എന്താ പറയുക, ചിലർക്ക് ഇടപെടേണ്ട ഒരു അവസ്ഥകളൊക്കെ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇതും അവിടുന്ന് അങ്ങോട്ട് സ്നേഹം കിട്ടിയവരങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ്, എല്ലാവരുടെയും സ്നേഹം എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, എനിക്ക് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇങ്ങോട്ട് ഇറക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ പിന്നെ അനുസരിക്കുകയല്ലാതെ വേറെ
നിർവാഹമില്ലല്ലോ. ഓർക്കുക, നമ്മളുടെ ഞാൻ പറഞ്ഞല്ലേ, മെഡിക്കൽ കോളേജിലെ ഡോക്ടറിനും പുള്ളി കണ്ടറിഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ്. പക്ഷേ ആ സത്യങ്ങൾ പുള്ളി സഹി കെട്ടപ്പോൾ പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എന്താണ്, പുള്ളിക്കൊരു ഘട്ടം വന്നപ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം എന്താണ്, ഫാൻസ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ വെട്ടുക്കിളികളുടെ ആക്രമണം സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മേലെ ഇരിക്കുന്ന ആരോപണ വിധേയരായ വ്യക്തികളുടെ സമ്മർദ്ദം സഹിക്കാൻ പറ്റാതെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, പോസ്റ്റ് പിൻവലിക്കേണ്ട ഒരു അവസ്ഥയും കൂടെ വന്നിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾക്ക് ആരോപണങ്ങൾ നമ്മളുടെ വിഷയത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും, ഇപ്പോൾ ആരുടെ കാര്യമാകട്ടെ, നമ്മളുടെ ഒരു ആത്മീയ വിഷയങ്ങളിലും എന്തിലും ആകട്ടെ, നമ്മളൊരു ആരോപണം നേരിടുമ്പോൾ നമ്മളത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നമ്മൾക്ക് എല്ലാവരും സ്നേഹം തന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്നാണോ പറയേണ്ടത്? അതാണോ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? അല്ല, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറയാം, ഈ 2 വിഷയങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു, ഈ കള്ള പാസ്റ്റർമാരുടെ കാര്യം പറഞ്ഞപ്പോൾ അത് തെളിയിക്കാൻ എന്താണ്, തെളിവുകൾ പുറത്തോട്ട് വിടാം. എന്ത്, ഞങ്ങൾ പഠിച്ചതാണ്, ഞങ്ങൾ ജയിച്ചതാണ് എന്ന് പറഞ്ഞ് ജയിച്ചവരതിനകത്തുണ്ട്, അവരുടെ സർട്ടിഫിക്കറ്റ് അല്ല. അല്ലാത്ത പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന എല്ലാവരുടെയും വേണ്ടപ്പോൾ അത് പുറത്തോട്ട് വിടണ്ട. അറ്റ്ലീസ്റ്റ് ആ പ്രസ്ഥാനത്തിനകത്ത്, ഇനി ആ പ്രസ്ഥാനത്തിനകത്ത് വിടാനും പറ്റുന്നില്ലെങ്കിൽ ഒരു എൽഡേഴ്സ് മീറ്റിംഗ് വിളിച്ച് അതിനകത്തെങ്കിലും അതൊന്ന് പ്രദർശിപ്പിക്കുവാനുള്ളൊരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? ഒന്ന്. ഇനി രണ്ടാമത് എന്താണ്, സാമ്പത്തിക തിരിമറി. ഈ സാമ്പത്തിക തിരിമറിക്കകത്ത് ഒന്നും വേണ്ട, 3 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പുറത്തോട്ട് വിട്ടാൽ തീരാവുന്നത് ഉള്ളൂ. നിങ്ങളുടെ കൈ ശുദ്ധമാണ് എങ്കിൽ എന്തിനാണ് ഈ സ്നേഹം മേടിക്കാൻ പോകുന്നത്? സത്യം അങ്ങ് പുറത്തോട്ട് വിട്ടാൽ പോരെ, എന്തിനാണ് ഈ സ്നേഹത്തിൻ്റെ പുറകെ പോകുന്നത്? അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്, നമ്മൾക്ക് കുറേ സ്നേഹം കിട്ടിയതുകൊണ്ട് അതങ്ങനെ തന്നെയാണ്. എപ്പോഴും ഈ കള്ളത്തരങ്ങൾ മറയ്ക്കാൻ നിൽക്കുന്ന ഒരു ആളുടെ പുറകെ ഒരുപാട് കൊച്ചുകള്ളന്മാർ കൂട്ടത്തിലുണ്ടാകും. അവർ സപ്പോർട്ടുമായിട്ട് പുറകെ വരും, അവരൊരുപാട് സ്നേഹം കൊടുത്ത് സപ്പോർട്ട് നിൽക്കും. ഇല്ല എങ്കിൽ ഇവന്മാരും കുടുങ്ങൂലേ, അല്ലെങ്കിൽ ഇവന്മാർക്ക് കിട്ടേണ്ടതും കിട്ടാതിരിക്കൂലേ? അപ്പോൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കാര്യമൊക്കെ അവിടെ വിട്, സത്യം തെളിയിക്കാൻ പറ്റുമെങ്കിൽ അത് പുറത്തോട്ട് വിട്. അതിനകത്തല്ലേ മാന്യത ഇരിക്കുന്നത്, അതിനെയല്ലേ ധൈര്യം എന്ന് പറയുന്നത്. ഇനി ആ ധൈര്യം എവിടെ നിന്ന് വരും? ഞാൻ ഇപ്പോൾ ഞാൻ ആ വീഡിയോ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, ആ ഒരു നമ്മളെന്താണ് ഒരു കുടുംബം അതിനകത്ത് വേദനിക്കുന്നു, അതുകൊണ്ടാണ് ഞാനത് ഹൈഡ് ചെയ്ത് വെക്കുവാൻ കാരണം എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഏത് വ്യക്തികൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണോ ഇറങ്ങിയത്, അവർ വേദനിക്കുന്നു എന്ന് അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ഹൈഡ് ചെയ്യുവാൻ ഇറങ്ങിയത്. എന്നാലും തിങ്കളാഴ്ച അതവിടെ ഉണ്ടായിരുന്നു, ചൊവ്വാഴ്ച അവിടെ അത് ഉണ്ടായിരുന്നു, ബുധനാഴ്ച ഉണ്ടായിരുന്നു, വ്യാഴാഴ്ച വെളുപ്പിനാണ് ഞാനത് ഹൈഡ് ചെയ്യുവാനായിട്ട് ഇടയായത്. ഇനിയും 3 ദിവസവും ഒരു സപ്പോർട്ടുകാരും ഇറങ്ങിയില്ല കേട്ടോ. ഈ 3 ദിവസവും ഒരു അനുശോചനക്കുറിപ്പുമായിട്ട് ആരും ഇറങ്ങിയില്ല എന്നുള്ളതും നോട്ട് ദി പോയിൻ്റാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 3 ദിവസം എന്ത് സംഭവിച്ചു, അറിയേണ്ടവരൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഈ സ്നേഹവും എന്താണ് നമ്മുടെ ഈ സപ്പോർട്ടിങ്ങുകളും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇറങ്ങിയതെന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണ്, നമ്മൾക്ക് ഇത്രയും ദിവസമെങ്കിലും, ആ 3 ദിവസമെങ്കിലും ഞാൻ അവിടെയും ഇവിടെയും തൊടാതെ പറയുമല്ല ചെയ്തത്, ഞാൻ വ്യക്തികളുടെ പേരുകൾ സഹിതമാണ് പുറത്തോട്ട് വിട്ടത്. ഓക്കെ, അപ്പോൾ അത്രയും ധൈര്യം ഞാൻ കാണിച്ചപ്പോൾ, ഞാൻ ഒരാളിൽ നിന്ന് അത്രയും ധൈര്യം കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വേറെ ഒന്നിൻ്റെയും വേണ്ട, വേറെ വിഷയങ്ങൾ വിടും. അതൊക്കെ കുറേ പേഴ്സണൽ മാറ്ററുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചിലതൊന്നും നമ്മൾക്ക് തെളിയിക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം, അതൊക്കെ വിടും. പക്ഷേ ഈ 2 വിഷയങ്ങൾ നമ്മൾക്ക് പകൽ പോലെ നമ്മളുടെ മുൻപിൽ കിടക്കുന്ന ചില ചോദ്യങ്ങളാണ്, സത്യങ്ങൾക്ക് നേരെ എന്താ പറയുക, സത്യങ്ങളായ കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം പുറത്തോട്ട് വിടുവാനുള്ള ഒരു ധൈര്യം കാണിക്കണ്ടേ? ആ ധൈര്യം കാണിക്കാൻ നമ്മൾക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഞാൻ ധൈര്യത്തോടെ ഈ വിഷയം എടുത്തിടുവാനുള്ള കാരണം എന്താണ്? എനിക്കറിയാം ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ നന്നായി ഗ്രഹിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ആളായതുകൊണ്ടാണ് എനിക്ക് ഒരു മടിയുമില്ലാതെ ഞാൻ എന്ത് ചെയ്തത്, പേരുകൾ സഹിതം ഞാൻ പുറത്തോട്ട് വിട്ടത് അല്ലേ. പക്ഷേ ഇവിടെ മറുഭാഗത്ത് എന്താണ്, മറുഭാഗത്ത് ആരോപണ വിധേയരായി നിൽക്കുന്ന വ്യക്തികൾക്ക് എന്താണ്, അറ്റ്ലീസ്റ്റ് അവർ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിലെങ്കിലും അതിൻ്റെ ഒരു സത്യം അങ്ങോട്ട് വെളിയിലോട്ട് വിടുകയല്ല വേണ്ടുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഒരു എന്താ പറയുക, ഒരു പുള്ളിക്കാരത്തി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു കാനഡയിൽ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരു പുള്ളിക്കാരത്തി വന്നിട്ട് എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു വീഡിയോയ്ക്കയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ചായൻ പാവമാണ്, എൻ്റെ അച്ചായൻ. അതിനകത്ത് പലരുടെ പറ്റി ഞാൻ എന്താ പറയുക ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അതിലൊരു അച്ചായൻ ഭയങ്കര പാവമാണ്, അച്ചായൻ്റെ നാട്ടിൽ വന്ന് നിങ്ങൾ അന്വേഷിക്കുമ്പോഴറിയാം അച്ചായൻ പാവമാണെന്ന്. എൻ്റെ പൊന്ന് അമ്മായി,
ഞാനുണ്ടല്ലോ ഈ അച്ചായൻ്റെ നാട്ടിലോട്ട് വരുന്നത് എന്തിനാണ്? ഞാൻ ഇവർ കൈയിട്ട് വാരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അകത്ത് നിന്ന് ആ അകത്തെ വിഷയങ്ങളാണ് ഞാൻ പുറത്തോട്ട് വിട്ടത്. ഇനി ഞാൻ അച്ചായൻ്റെ നാട്ടിലോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതൊന്ന് അമ്മായി പറഞ്ഞു. അപ്പോൾ അമ്മായിക്ക് എന്താ പറയുക, അതിനൊട്ടൊന്നും മറുപടി കൊടുക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം അവരുടെ ബന്ധുവാണ്, അവരുടെ പെങ്ങളോ ബന്ധുവോ എങ്ങാണ്ടാണ് ഈ പുള്ളിക്കാരത്തി. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരത്തിനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ പുള്ളിക്കാരത്തിൻ്റെ കമൻറ്റ് ഞാനങ്ങ് റിമൂവ് ചെയ്ത് വിട്ടു. അപ്പോൾ പുള്ളിക്കാരത്തി അടുത്തത് ചെയ്തത് എന്നാന്ന് വെച്ചാൽ മകളുടെ ഒരു ഷീജ മറിയം എന്ന് പറയുന്ന ഒരു മകളുടെ ഐ ഡിക്കകത്ത്, മകളോ ആരെങ്കിലും ആയിരിക്കാം, അവരുടെ ഐ ഡിക്കകത്ത് വന്നിട്ട് അമ്മായി പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അമ്മായി വന്നിട്ട് പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഞാനത് തെളിയിക്കാം അമ്മായിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, അതിലൂടെ തെളിവുകൾ പുറത്തോട്ട് വിടൂ. എന്നിട്ട് അമ്മായി പറഞ്ഞത് ഞാനത് തെളിയിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു ഭീഷണിയാണ്, നിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, മാസ് റിപ്പോർട്ടിംഗ് അടിക്കും, അതടിക്കും ഇതടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി ഭയങ്കര ഭീഷണിയാണ്. എൻ്റെ പൊന്നമ്മായി, ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ, ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി വിചാരിച്ചാലൊന്നും പൂട്ടിക്കെട്ടാൻ പറ്റത്തില്ല. അതിന് യൂട്യൂബിൻ്റെ നിയമങ്ങളുണ്ട്. ഈവൻ ഞങ്ങൾക്ക് പോലും ഞാൻ ചിലത് വീഡിയോകളുടെയൊക്കെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുവാൻ കാരണം എന്താണെന്ന് വെച്ചാലും നമ്മൾക്കും പ്രതികരിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്കും അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഞങ്ങൾക്കും പ്രതികരിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾക്കൊരു യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വേറൊരാളുടെ വീഡിയോകളിൽ പോയിട്ട് പോലും നമ്മൾക്ക് അധികം കമൻറ്റുകൾ ഇടുവാനായിട്ട് പറ്റത്തില്ല. കാരണം അവർ വിചാരിക്കുന്ന നമ്മളെ സെൽഫ് പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ച് അവർ നമ്മൾക്കതൊരു ഒരു ബാഡ് മാർക്കായിട്ട് ഇടുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പറ്റത്തില്ല. കാരണം നമ്മൾക്ക് എന്താ പറയുക, പല കമൻറ്റുകൾക്കും നമ്മൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലതൊക്കെ ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്ത് വിടുന്നത്. ചില അറഗൻ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ, ചില എന്താ പറയുക, നമ്മൾക്ക് എന്താ പറയുക, ചുമ്മാ ഇരുന്നിട്ട് ഈ വരുന്ന ചില അമ്മച്ചിമാരുണ്ട്. അതായത് വീട്ടിൽ, അത് എൻ്റെ നാളത്തെ ഒരു സബ്ജക്റ്റാണ് കേട്ടോ, വീട്ടിൽ അച്ചായമാരെ അടിമകളാക്കി ഭരിക്കുന്ന കുറച്ച് അമ്മച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട്, ആൻറ്റിമാർ ഇറങ്ങിയിട്ടുണ്ട്. അവരിതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ നമ്മൾക്കിട്ട് ഇങ്ങനെ മാന്താനായിട്ട് നിൽക്കുന്ന കുറച്ച് അമ്മായിമാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റിമൂവ് ആക്കി വിടുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്കൊന്നും അതേ നാണയത്തിൽ നമ്മൾക്ക് റിപ്ലൈ കൊടുക്കുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ്. കാരണം എന്താണെന്നറിയാമോ, ഇതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ചെറിയ പ്ലാറ്റ്ഫോം അല്ല. അവരെന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്രയും നമ്മളെ കഴിഞ്ഞും, അതായത് ഒരു യൂട്യൂബ് ക്രിയേറ്ററെ കഴിഞ്ഞും വളരെ കാര്യമായിട്ട് അവരിതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം എന്താണെന്ന് അറിയാമോ, നമ്മുടെ ഒരു വീഡിയോ വൈറലായി കഴിയുമ്പോൾ, നമ്മൾക്ക് കുറച്ച് വാച്ച് അവേഴ്സ് കൂടി കഴിയുമ്പോഴൊക്കെ ഇവർ വന്നിട്ട് നമ്മളെ അങ്ങ് വല്ലാതെ എൻകറേജ് ചെയ്യുകയാണ്. കാരണം അവർ അത്രമാത്രം ഇത് പ്രൊഫഷണൽ വേയിൽ കാണുന്നവരാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇനി അത്രയങ്ങ് തെറി വിളിക്കണമെന്നും അത്രയങ്ങ് കമൻ്റ് ഇട്ട് എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്തണമെന്നും താല്പര്യമുള്ളവരോട് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ തരികയാണ്. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, സിമി അനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. എനിക്ക് തോന്നുന്നു 11K ആണോ 12K എങ്ങാണ്ട് ഫോളോവേഴ്സുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരിക. ഞാൻ എൻ്റെ ഫോട്ടോസ് സഹിതം അവിടെ ഇട്ടിരിക്കുന്നു. കമൻറ്റ് ബോക്സുകൾ ഓപ്പൺ ആണ്, അതുപോലെ തന്നെ എൻ്റെ മെസ്സേജ് ബോക്സുകളൊക്കെ ഓപ്പൺ ആണ്. നിങ്ങൾ അവിടെ വരിക. നമ്മൾക്ക് അവിടെ സമ്പാദിക്കുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അവിടെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വരിക. ഓക്കെ, അത്രയങ്ങ് മുട്ടി നിൽക്കുന്നവർ അങ്ങോട്ട് വരിക. അതുകൊണ്ട് ഈ കാനഡയിലുള്ള അമ്മായിയോടും എനിക്ക് പറയാനുള്ളത്, അമ്മായിക്ക് ഞാൻ ആ ഷീജ മറിയം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലൂടെ വന്നിട്ടാണ് അമ്മായി എന്നെ ഭീഷണിപ്പെടുത്തിയത്. അമ്മായിക്ക് ഞാൻ തിരിച്ചൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ ഷീജ മറിയം എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഞാൻ തേടിപ്പിടിച്ച് ഫേസ്ബുക്കിനകത്ത് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് ബോക്സിനകത്ത് അമ്മായി അത് വായിച്ച് തൃപ്തി അടയണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം മാന്യമായിട്ട് തന്നെ കമൻ്റ് കൊടുത്തിരിക്കുന്നത്, എന്താ പറയുക, മെസ്സേജ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാന്യത ഒട്ടും വിട്ടിട്ടില്ല, എന്നാൽ നല്ല ഷാർപ്പായിട്ടും കൊടുത്തിട്ടുണ്ട്. അത് അമ്മായി വായിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഓക്കെ, ഇനി ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മൾക്ക് ആരോപണങ്ങൾ നമ്മളുടെ നേരെ വന്നു കഴിയുമ്പോൾ എനിക്ക് അവിടുന്ന് സ്നേഹം കിട്ടി, ഇവിടുന്ന് സ്നേഹം കിട്ടി, എന്നെ അവിടുന്ന് ഒക്കെ നിങ്ങൾക്ക് സ്നേഹം കിട്ടേണ്ട ആൾക്കാരാണ്. അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന പല ആരോപണ വിധേയർക്കും സ്നേഹം കിട്ടേണ്ടവരാണ്. കാരണം ഞാൻ പറയുന്നില്ല, കാരണം അവർ കുടുംബജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചവരാണ്. അത് നാളത്തെ എൻ്റെ സബ്ജക്റ്റാണ് കേട്ടോ. നാളെ ഞാനത് പറയാം. കാരണം അച്ചായമാരെ അടിമകളാക്കുന്ന അമ്മായിമാരെ കുറിച്ചുള്ള സബ്ജക്റ്റാണ് നാളെ ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങളത് കാണുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തിക്താനുഭവങ്ങളൊക്കെ നേരിട്ടവരാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്നേഹം കിട്ടേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ നമ്മളുടെ സ്നേഹം കിട്ടുക എന്നുള്ളതല്ലല്ലോ അതിനകത്തെ ടോപ്പിക്ക്. നമ്മുടെ ആരോപണങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടത് നമ്മളുടെ ഒരു ധാർമ്മികതയല്ലേ. എന്ന് വെച്ചാൽ സത്യങ്ങൾ വെളിപ്പെടുത്തി സത്യസന്ധമായ ചിലത്തെ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ അതിന് സത്യസന്ധമായ മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം
അതെന്താണ്? നമ്മളുടെ കൈ ശുദ്ധമാണ് എങ്കിൽ എന്താണ്? നമ്മൾക്ക് മറുപടി കൊടുക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ഇല്ലാത്തവരാണ് എന്ത് ചെയ്യുന്നത്? എനിക്ക് അവിടുന്ന് സപ്പോർട്ടുണ്ട്, ഇവിടുന്ന് സപ്പോർട്ടുണ്ട്, ആ സംഘടനയുടെ നേതാവ് ഒന്ന് എനിക്ക് സപ്പോർട്ട് തന്നു, ഈ സംഘടനയുടെ നേതാവ് ഒന്ന് സപ്പോർട്ട് തന്നു, അവരെൻ്റെ കൂട്ടത്തിലുണ്ട്, ഇവരെൻ്റെ കൂട്ടത്തിലുണ്ട്, ഇവരെനിക്ക് സ്നേഹം തന്നു, അവരെനിക്ക് സ്നേഹം തന്നു, അങ്ങനെ സ്നേഹം കൊണ്ട് ഞാൻ പൊറുതിമുട്ടി ഇരിക്കുകയാണ് എന്നുള്ളതൊക്കെ പറയുന്നത് എപ്പോഴാണ്? നമ്മൾക്ക് ചില സത്യങ്ങൾ നമ്മളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിനെ ഖണ്ഡിക്കുവാൻ നമ്മളുടെ കയ്യിലൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഇനി അടുത്തത്, നമ്മൾക്കറിയാം ഈ നമ്മുടെ ആത്മീയ ഗോളത്തിലോട്ട് പ്രത്യേകിച്ച് പെന്തക്കോസ്ത് പാസ്റ്റർമാരെയൊക്കെ എടുത്ത് നോക്കിയാൽ ഞാൻ വിചാരിക്കുകയാണ്, ദാവീദില്ലായിരുന്നെങ്കിൽ ഇവർ എന്ത് ചെയ്യുമായിരുന്നു അല്ലേ? ദാവീദാണ് ഇവരുടെ ഫുൾ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം എന്ത് വിഷയം വന്നാലും എന്താണ്? ദാവീദിനെയാണ് എടുത്തിടുന്നത്. ദാവീദിൻ്റെ പുറകെ ദാവീദ് നേരിട്ട ആരോപണങ്ങൾ, ദാവീദിനെതിരെ വന്ന ദാവീദിനെ ഒറ്റപ്പെടുത്തിയത്, ഇനി അവസാനം എന്താണ്? ദാവീദിനെ കൊല്ലാൻ വന്ന ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മാത്രമാണ് പുള്ളിയൊന്ന് മുറിച്ചെടുത്തത്. എന്നിട്ട് പോലും ദാവീദ് പ്രതികരിച്ചില്ല, ദാവീദ് മിണ്ടാതെ നിന്നു. അങ്ങനെ ആയിരിക്കണം കുഞ്ഞാടുകൾ. അതൊക്കെയാണ് ഈ നമ്മുടെ ഇടയന്മാരുടെ കാഴ്ചപ്പാടുകളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ദാവീദ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ദാവീദും ഒക്കെ വ്യത്യാസമില്ലേ? ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തെറ്റാ പറ്റിയതല്ലേ? ദാവീദ് ഒന്ന് വ്യഭിചാരം ചെയ്തു, രണ്ടെന്താണ് അതിനുവേണ്ടി അത് മറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരു കൊലപാതകം ചെയ്തു. ഇതൊക്കെ ദാവീദ് ചെയ്തു. പക്ഷേ അവിടെ ദാവീദ് ഹൃദയം തുറന്ന് ദൈവത്തോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം ദാവീദിന് മാപ്പ് കൊടുത്തു. പക്ഷേ ദാവീദിന് അവിടെ ഒരു ചെറിയ ശിക്ഷയും ദൈവം കൊടുത്തു എന്ന് നമ്മൾക്കറിയാം. ഓക്കെ, അതിനുശേഷം ആ മനുഷ്യനൊരു തെറ്റ് ചെയ്തതായിട്ട് എവിടെയും വചനത്തിനകത്ത് പറയുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾക്കറിയാം ബൈബിളിനകത്ത് ആ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് നമ്മൾക്കൊരു പാഠമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? തെറ്റ് ചെയ്യുന്നവൻ ഏത് അഭിഷിക്തനാണെങ്കിലും ഏത് രാജാവാണെങ്കിലും എന്താണ്? അവന് ശിക്ഷയുണ്ട് നിശ്ചയം. അത് ആ ഒരു പാഠമാണ്, ആ ഒരു സന്ദേശം നമ്മൾക്ക് തരുന്നതല്ലേ? ദാവീദിൻ്റെ ഒരു ജീവിതത്തിൻ്റെ സന്ദേശം നമ്മൾക്ക് തരുന്നത്. അതുകൂടാതെ എന്താണ്? ദാവീദ് ഒറ്റപ്പെട്ട് നിന്നാലും എങ്ങനെ നിന്നാലും ദാവീദ് നേരുള്ളവനാണ് എങ്കിൽ ആരുണ്ടാകും? ദൈവത്തിൻ്റെ സംരക്ഷണം അവൻ്റെ കൂട്ടത്തിലുണ്ടാകുമെന്നുള്ളത് ദൈവം തരുന്ന പാഠമാണ്. അതുപോലെ എന്താണ്? ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്ഥാനത്തിനകത്ത് വിശ്വസ്തനല്ല എങ്കിൽ വലിച്ച് താഴെയിടുമെന്നുള്ള മറ്റൊരു പാഠമാണ് ശൗൽ നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ? ഇനി എന്താണ്? പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അപ്പസ്തോലന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ എന്താണ്? ഒന്നുമില്ലാത്തവരായിരുന്നു, ഒന്നുമില്ലാതെ വലിയ പണക്കാരൊന്നുമല്ല. അവരെന്തായിരുന്നു? മുക്കുവന്മാരായിരുന്നു. പക്ഷേ അവരിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും അവരാരും പണക്കാരായെന്നോ അല്ലാതെ വലിയ വലിയ ആൾക്കാരായിരുന്നില്ല. പൗലോസിൻ്റെ ചരിത്രമെടുത്താൽ പൗലോസ് കപ്പൽ മുതലാളി വരെയായിരുന്നു. പക്ഷേ അവസാനം ആ പൗലോസിനും പുതച്ചു കിടക്കാൻ ഒരു പുതപ്പ് കൊണ്ടുപോകണമെന്ന് തിമോത്തിയോസിന് ലേഖനം എഴുതേണ്ടി വന്നു. ഓക്കെ, ഓർക്കുക, ഇത് പ്രോസ്പെരിറ്റി അല്ലേ? ഇത് ഇന്ന് എന്താണ്? ഒരു സമൃദ്ധിയുടെ സുവിശേഷം, പ്രോസ്പെരിറ്റി, സമൃദ്ധിയുടെ സുവിശേഷം ഇന്ന് പെന്തക്കോസ്ത് ഗോളത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അത് നെക്സ്റ്റ് ഡേയിൽ മറ്റൊരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു ആർട്ടിക്കിൾ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമൃദ്ധിയുടെ സുവിശേഷം ഇന്നും പെന്തക്കോസ്ത് ഗോളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമൃദ്ധി പ്രസംഗിക്കുന്നിടത്തെ ആരുള്ളൂ? ആൾക്കൂട്ടമുള്ളൂ. ഒന്ന് പൈസ കൂടുതലുള്ളിടത്ത് അല്ലേ? പൈസയും കള്ളത്തരങ്ങളും എല്ലാം നടക്കുന്നിടത്ത് ആൾ കൂടും. രണ്ടാമത് എന്താണ്? ഈ സമൃദ്ധിയുടെ സുവിശേഷം പറയുന്നിടത്ത് ഇന്ന് ആളുള്ളൂ, അല്ലാത്തിടത്ത് ആളില്ല. നീ നേരോടെ നടക്കണം, നീ വിശുദ്ധിയോടെ നടക്കണം, നീ കട്ടെടുക്കാൻ പോകരുത്, നീ വ്യഭിചരിക്കാൻ പോകരുത്, നീ നല്ല രീതിയിൽ നടക്കണമെന്ന് പറയുന്നിടത്ത് ഇന്ന് ആൾ കുറവാണ്. പക്ഷേ ഇന്ന് നമ്മൾ പറയും ആൾ കൂടുന്നിടത്ത് എന്താണ്? ദൈവം വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. കറക്റ്റാണ്. ഈ ദൈവം വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നതിന് മുൻപ് ഒരു വിശുദ്ധീകരണവും കൂടെ അവിടെ നടക്കും. അത് നമ്മൾ മറക്കരുത് കേട്ടോ. അല്ലാതെ വ്യഭിചാരിനെ പാസ്റ്ററാക്കി വെക്കുക, കള്ളനെ പാസ്റ്ററാക്കി വെക്കുക, ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ദൈവം സഭയെ വളർത്തുകയാണ്, ഉയർത്തുകയാണ്, ദൈവം അടുത്ത ലെവലിലേക്ക് കയറ്റുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം അടുത്ത ലെവലിലോട്ട് കയറ്റും. ഇതിനെല്ലാം വെച്ചോണ്ടല്ല കേട്ടോ. അവിടെ ഒരു ശുദ്ധീകരണം നടത്തിയതിന് ശേഷം മാത്രമേ അടുത്ത ലെവലിലേക്ക് കയറ്റത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിയോ പുള്ളിയോ മാറ്റമില്ല. അത് നമ്മൾക്ക് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല. സത്യം സത്യമായി തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുക. എനിവേ, എന്തായാലും ഈ നമ്മൾ ന്യായീകരണം, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മൾക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ചില ആരോപണങ്ങളെ നമ്മൾക്ക് കണ്ണിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ചില ആരോപണങ്ങളെ നമ്മൾക്ക് കണ്ണിക്കുവാനായിട്ട് കഴിയും. ഒരു 100 ആരോപണങ്ങൾ വന്നു കഴിയുമ്പോൾ അതിൽ ഒരെണ്ണത്തിനെയെങ്കിലും നമ്മൾക്ക് കണ്ണിക്കുവാനായിട്ട് കഴിഞ്ഞാൽ ബാക്കി 100 ആരോപണങ്ങളും ആ ഒരു സത്യത്തിന് മുൻപിൽ മറയപ്പെട്ടു പോകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചില ആരോപണങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ 2 എണ്ണത്തിന്
ഏതാണ് ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പുറത്തോട്ട് വിടുക. നമ്മുടെ 3 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫെഡറൽ ബാങ്കുകാരൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്തവരല്ല, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നവരാണ്. സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്ത ഒരു ബാങ്കുമില്ല, എല്ലാവരും സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അതുകൊണ്ട് 3 വർഷത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തോട്ട് വിടുക. വരവെത്ര, ചിലവെത്ര, എത്ര നിക്ഷേപിച്ചിരിക്കുന്നു, എത്ര പിൻവലിച്ചിരിക്കുന്നു പുറത്തോട്ട് വിടുക. ഇനി രണ്ടാമത്തത് കാര്യം പാസ്റ്റർമാരുടെ ഒരു ഐഡൻറ്റിറ്റി അത് വെളിയിലോട്ട് വിടുക. അപ്പോൾ ഇത്രയുമെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിനകത്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നതിന് അർത്ഥമുണ്ട്. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഇപ്പം അതിനകത്ത് വന്ന ഒരെണ്ണമാണ് എന്താ പറയുക, ഇപ്പം നമ്മളെപ്പോലെയുള്ളവർ, അതായത് യൂട്യൂബേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പബ്ലിക്കിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നവരാണ്. അപ്പോൾ കറക്റ്റാണ്, നമ്മളുടെ സംസാരം തന്നെ നമ്മളെ വെളിവാക്കും, അത് സത്യമാണ്. പക്ഷേ ഞാൻ എന്താണ്, ഞാനൊരു സാധാ വിശ്വാസിയാണ്. ഞാൻ പാസ്റ്ററുമല്ല, പാസ്റ്ററുടെ ഭാര്യയുമല്ല. അതുകൊണ്ട് ഞാനൊരു സാധാ വിശ്വാസിയാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെയാണ് വെളിവാക്കുന്നത് എൻ്റെ സംസാരത്തിലൂടെ. അതെൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ചിരിക്കണമെന്ന് തോന്നുന്ന ആളുടെ അടുത്ത് മാത്രമേ ഞാൻ ചിരിക്കാറുള്ളൂ. എന്താ പറയുക, പ്രൈസ് ദി ലോർഡ് കൊടുത്താൽ അത് എനിക്ക് തോന്നിയാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഒരാൾക്ക് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല എങ്കിൽ ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ തന്നെയാണെന്ന് വെച്ചാൽ അകത്തൊന്നും പുറത്ത് വേറൊന്നുമല്ല, അകത്തുള്ളത് തന്നെയാണ് പുറത്ത്. ഇനി ഓക്കെ, അതുകൊണ്ട് ഞാൻ വലിയ ഉപദേശകയായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. എൻ്റെ അനുഭവങ്ങൾ ഓക്കെ, ഞാൻ അതിൽ വിശ്വസിക്കുന്നയാളാണ്. കാരണം മറ്റൊരാളുടെ അനുഭവങ്ങളെ കഴിഞ്ഞും നമ്മൾക്ക് വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, വചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അതേ നമ്മളെ നിലനിർത്തത്തുള്ളൂ. അല്ലാതെ വലിയ അങ്ങേയറ്റത്തെ പ്രസംഗം കേട്ടാലോ, അങ്ങേയറ്റത്തെ ഉണർവ് പ്രസംഗം കേട്ടാലൊന്നും നമ്മളുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരത്തത്തില്ല. പിന്നെ ഏത് വലിയ ദേവദാസം വന്ന് തലയെ കൈവച്ചാലും നമ്മളുടെ ബന്ധനം അഴിയത്തുമില്ല. ബന്ധനം അഴിയണമെങ്കിൽ ആരഴിക്കണം? അത് നമ്മൾ തന്നെ അഴിക്കണം. ചുമ്മാ ആരും ബന്ധിക്കപ്പെടത്തില്ല. ഇനി ആ ബന്ധനം അഴിക്കണമെങ്കിൽ ആര് നിരൂപിക്കണം? അത് നമ്മൾ തന്നെ നിരൂപിക്കണം. നമ്മളുടെ ഉള്ളിലെ കുറവുകൾ, നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, പോരായ്മകളൊക്കെ നമ്മൾ നികത്തി കഴിയുമ്പോൾ ഒരു പ്രവാചകനും വരണ്ട, ഒരു ബന്ധനം അഴിക്കുന്ന പാസ്റ്ററും വരണ്ട, അച്ഛനും വരണ്ട. പിന്നെ ആരഴിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെയും കൊണ്ട് തന്നെ അത് അഴിപ്പിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഓർക്കുക, ഇനി ഞാനൊരു സാധാ വിശ്വാസിയാണ്. അതുകൊണ്ട് ഞാൻ വലിയ അതിവിശുദ്ധിയുമല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നാളെ നമ്മൾക്ക് അടുത്ത സബ്ജക്റ്റുമായിട്ട് കാണാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.